ദുർബുദ്ധിയും ദുർവൃത്തിയും. വിക്രമാദിത്യൻ വീണ്ടും വേതാളത്തെ മുരിക്കുമരത്തിൽ നിന്നും പിടിച്ചിറക്കി തന്റെ മുതുകിൽ കയറ്റി നടക്കുവാൻ ആരംഭിച്ചു. വേതാളം പറഞ്ഞു, എന്നെയും ചുമന്നു കുറെ നടക്കേണ്ടതല്ലേ, വിരസത മാറ്റാൻ ഞാൻ വീണ്ടും പറയാം. വങ്കനാട്ടിലെ അധിപതി വിക്രമകേസരിയുടെ പുത്രൻ കൃസാനുവിന് നന്നായി സംസാരിക്കുന്ന ഒരു ആൺതത്ത ഉണ്ടായിരുന്നു. ആ തത്തയ്ക്ക് ഭാവി പ്രവചിക്കുവാൻ നല്ല കഴിവുണ്ടായിരുന്നു. ഒരു ദിവസം കൃഷാനു തത്തയോട് തന്റെ വിവാഹം എന്ന് നടക്കും എന്ന് ചോദിച്ചു. 2 ദിവസം കഴിഞ്ഞ് അത് നടക്കും എന്ന് തത്ത പറഞ്ഞപ്പോൾ കൃഷാനുവിന് അത്ഭുതമായി. തത്ത പറഞ്ഞ പോലെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ആ നാട്ടിലെ രാജാവും കുറച്ചാളുകളും സ്വന്തം മകളെയും പിന്നെ ഒരു പറ്റം സൈനികരെയും കൂട്ടി വിക്രമകേസരിയുടെ വീട്ടിലെത്തി. വിക്രമകേസരിയും വീട്ടുകാരും അവരെ വിധിപൂർവമായി സ്വീകരിച്ചു. രാജാവ് വന്നതിന്റെ ഉദ്ദേശം വെളിപ്പെടുത്തി. രാജാവ് പറഞ്ഞു, എന്റെ മകൾക്ക് ഭാവി പ്രവചിക്കുന്ന ഒരു തത്തയുണ്ട്. ആ തത്ത പറഞ്ഞതിന് പ്രകാരമാണ് ഞങ്ങൾ ഇവിടേക്ക് ഇന്ന് എത്തിയിട്ടുള്ളത്. ആ തത്ത പറഞ്ഞത് അങ്ങയുടെ കൃഷാനുവുമായി എന്റെ മകളുടെ വിവാഹം നടക്കും എന്നാണ്. ഇതുവരെ തത്ത പറഞ്ഞതെല്ലാം സംഭവിച്ചിട്ടുണ്ട്. അതിനാൽ ഞങ്ങൾ അവളെയും കൂട്ടി വന്നിരിക്കുന്നു. വിക്രമകേസരിയും കുടുംബവും വളരെ സന്തോഷത്തോടെ രാജാവിന്റെ നിർദ്ദേശം സ്വീകരിച്ചു. അങ്ങനെ കൃഷാനുവിന്റെയും രാജകുമാരിയുടെയും വിവാഹം മംഗളമായി നടന്നു. നവദമ്പതിമാർ അവരുടെ തത്തകളെ ഒരു കൂട്ടിനകത്താക്കി മാളികയുടെ ഒരു മുറിയിൽ തൂക്കിയിട്ടു. അന്ന് പാതിരായ്ക്ക് മാളികയിൽ ആ 2 കിളികൾ തമ്മിൽ തർക്കിക്കുന്നത് ഭാര്യ ഭർത്താക്കന്മാർ കേട്ടു. അവർ ആ കിളികൾ സംസാരിക്കുന്നത് മുഴുവൻ കേൾക്കാൻ കാതോർത്തു. അതിൽ പെൺതത്ത പറഞ്ഞു, ആൺവർഗത്തെ ഒന്നും വിശ്വസിക്കാൻ കൊള്ളില്ല. നിങ്ങളെയും എനിക്ക് വിശ്വാസമില്ല. ഇത് കേട്ട് ആൺതത്ത പറഞ്ഞു, പെൺവർഗമാണ് വിശ്വാസവഞ്ചന ചെയ്യുന്നത്. ഒരു പെണ്ണിനെയും വിശ്വസിക്കാൻ കഴിയില്ല. തർക്കം മൂത്തപ്പോൾ ദമ്പതികൾ ഇടപെട്ടു. രാജകുമാരി പെൺതത്തയോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ആൺവർഗത്തെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് പറയുന്നത്? അതിന് ഉത്തരമായി കൊണ്ട് പെൺതത്ത ഒരു കഥ പറഞ്ഞു. ഒരിടത്ത് ദുർബുദ്ധി എന്നു പേരുള്ള ഒരു ധൂർത്തനായ യുവാവ് ഉണ്ടായി. തന്റെ പിതാവ് സമ്പാദിച്ച എല്ലാ സ്വത്തുക്കളും സുഖഭോഗത്തിനായി ചിലവഴിച്ചു നശിപ്പിച്ചു. സമ്പത്ത് എല്ലാം തീർന്നപ്പോൾ അയാൾ വിവാഹം ചെയ്യാൻ ഒരുങ്ങി പുറപ്പെട്ടു. പക്ഷേ നാട്ടിൽ ആരും അയാൾക്ക് തന്റെ പെൺമക്കളെ വിവാഹം ചെയ്തു കൊടുക്കാൻ തയ്യാറായില്ല. അയാൾ നാടുവിട്ടു. മറ്റൊരു നാട്ടിൽ അഭയം പ്രാപിച്ചു. അയാളുടെ ചെയ്തികളെക്കുറിച്ച് എല്ലാ നാട്ടുകാർക്കും കുറച്ചൊക്കെ അറിയാമായിരുന്നു. എങ്കിലും വിവാഹം കഴിഞ്ഞാൽ അയാൾ നന്നാവും എന്ന് വിചാരിച്ചുകൊണ്ട് അവിടെയുണ്ടായിരുന്ന ഒരു കച്ചവടക്കാരൻ സ്വന്തം മകളെ അയാൾക്ക് വിവാഹം ചെയ്തു കൊടുത്തു. കുറേ ദിവസം ഭാര്യാഗ്രഹത്തിൽ കഴിഞ്ഞതിനു ശേഷം അയാൾക്ക് മടുപ്പ് വരികയും ഒരു നാൾ ഭാര്യയുടെ അച്ഛന്റെ സമ്മതം വാങ്ങിക്കൊണ്ട് അയാൾ ഭാര്യയെയും കൂട്ടി സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു. വഴിമധ്യേ ഒരു കാട്ടുപ്രദേശത്ത് വെച്ച് അയാൾ അവളോട് പറഞ്ഞു, നീ നിന്റെ ആഭരണങ്ങൾ എല്ലാം ഊരിയെടുത്ത് ഒരു തുണിക്കെട്ടിലാക്കി തരൂ. ഇവിടുന്ന് അങ്ങോട്ട് കള്ളന്മാരുടെ ഭീഷണി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവൾ അത് അനുസരിച്ച് എല്ലാം ഊരി ഒരു തുണിക്കെട്ടിലാക്കി അയാളെ ഏൽപ്പിച്ചു. പിന്നെ 2 പേരും ഒരു കിണർ കാണുകയും വെള്ളം കുടിക്കാനായി കിണറിനടുത്ത് എത്തുകയും ചെയ്തു. കിണറിലേക്ക് നോക്കി നിൽക്കുന്ന ഭാര്യയെ അയാൾ പെട്ടെന്ന് പിന്നിൽ നിന്നും ആഞ്ഞുതള്ളി. അവൾ ഒരു ആർത്തനാദത്തോടെ കിണറ്റിലേക്ക് വീണു. ആഭരണ പൊതിയുമായി അയാൾ അവിടെ നിന്നും ഒന്നും സംഭവിക്കാത്ത മട്ടിൽ നടന്നുപോയി. അയാൾ നേരെ പോയത് ദുർനടപ്പുകാരിയായ ഒരു സ്ത്രീയുടെ വീട്ടിലേക്കാണ്. അവന്റെ കയ്യിലുള്ള സമ്പത്ത് കണ്ടപ്പോൾ അവൾ അവനെ വീട്ടിലേക്ക് ക്ഷണിച്ചു. കിണറ്റിൽ വീണ യുവതിയുടെ കരച്ചിൽ കേട്ട് ആ നാട്ടിലുള്ള ഗ്രാമവാസികൾ എത്തുകയും അവളെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. അവൾ അവരോട് കാര്യങ്ങൾ ചോദിച്ചു. പക്ഷേ അവൾ സത്യം മറച്ചുവെച്ചുകൊണ്ട് പറഞ്ഞു, ഞാനും ഭർത്താവും ഭർത്താവിന്റെ വീട്ടിലേക്ക് പോവുകയായിരുന്നു. കള്ളന്മാർ വന്ന് ഞങ്ങളെ ആക്രമിച്ചു. പണവും ആഭരണവും എല്ലാം കവർന്നു. എന്നെ കിണറ്റിലേക്ക് തള്ളിയിട്ടു. ആ ഗ്രാമവാസികൾ അവളെ തിരികെ അവളുടെ വീട്ടിൽ എത്തിച്ചു അച്ഛനമ്മമാരെ ഏൽപ്പിച്ചു. അല്പദിവസം കഴിഞ്ഞ് കയ്യിലെ പണവും ആഭരണവും എല്ലാം തീർന്നപ്പോൾ അയാൾ ഒരു ദിവസം ഭാര്യ വീട്ടിൽ തിരിച്ചെത്തി. അയാളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പത്നിയെ അവിടെ കണ്ടപ്പോൾ അയാൾ പരുങ്ങാൻ ആരംഭിച്ചു. എങ്കിലും പതിവ്രതയായ പത്നി അയാളെ സ്വീകരിച്ചു കൊണ്ടുപോയി. അവൾ മരിച്ചു കാണും എന്നും സങ്കടം പറഞ്ഞു അച്ഛന്റെ കയ്യിൽ നിന്നും കുറച്ചു പണം വാങ്ങാം എന്നും ഉള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അയാളുടെ 2ാം വരവ്. ഭാര്യ തന്നെ ഒറ്റിക്കൊടുക്കുന്നില്ല എന്ന് ഉറപ്പായപ്പോൾ അയാൾ അവിടെ വീണ്ടും താമസം ആരംഭിച്ചു. പക്ഷേ 2-3 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അയാൾക്ക് ദുർനടപ്പുകാരിയായ കാമുകിയെ ഓർമ്മ വരികയും ഒരു രാത്രി തന്റെ ഭാര്യയെ കൊലപ്പെടുത്തിക്കൊണ്ട് പണവും ആഭരണവും കവർന്നെടുത്ത് അയാൾ ആ നാടുവിട്ടുപോയി. പക്ഷേ രാജാവിന്റെ ഭടന്മാർക്ക് സംശയം തോന്നുകയും അയാളെ പിടിച്ചുകൊണ്ടുപോവുകയും ചെയ്തു. ചോദ്യം ചെയ്തതിലൂടെ കുറ്റം തെളിഞ്ഞതോടെ രാജാവ് അയാൾക്ക് മരണശിക്ഷ വിധിച്ചു. മനസാക്ഷിയില്ലാത്ത ഇത്തരം കാര്യങ്ങൾ ചെയ്യുവാൻ പുരുഷന്മാർക്ക് യാതൊരു മടിയും ഇല്ലെന്നു പറഞ്ഞുകൊണ്ട് പെൺതത്ത കഥ അവസാനിപ്പിച്ചു. കഥ കേട്ട് വധുവരന്മാർ നടുങ്ങിപ്പോയി.
പിന്നെ കൃഷാനു ആന്തോത്തയോട് പെൺവർഗത്തെ വിശ്വസിക്കരുത് എന്ന് പറയാൻ എന്താണ് കാരണം എന്ന് ചോദിച്ചു. മറുപടിയായി ആൻഗലി മറ്റൊരു കഥ പറഞ്ഞു. ഭീമപുറത്ത് ധനേന്ദ്രൻ എന്നു പേരുള്ള ഒരു വ്യാപാരി താമസിച്ചിരുന്നു. ആ നാട്ടിൽ തന്നെയുള്ള ഒരു വ്യാപാര പ്രമുഖന്റെ മകൾ കനകാംഗിയാണ് അയാൾ വിവാഹം ചെയ്തത്. വിവാഹശേഷം കുറച്ചു നാളുകൾ കഴിഞ്ഞ് ധനേന്ദ്രൻ ഒരു ദൂരയാത്ര ചെയ്യേണ്ടി വന്നു. അദ്ദേഹം യാത്ര പോയ സമയത്ത് കനകാംഗി ഒരു യുവാവുമായി രഹസ്യബന്ധം തുടങ്ങി. യാത്രയിൽ നിന്നും ധനേന്ദ്രൻ മടങ്ങി വന്നതിനു ശേഷവും അവൾ അവനെ ഇടയ്ക്കിടെ വീട്ടിൽ വിളിച്ചുവരുത്തുമായിരുന്നു. ധനേന്ദ്രൻ ആകട്ടെ ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. ഒരു ദിവസം കാമുകൻ രാത്രിയിൽ പതുങ്ങി വന്നപ്പോൾ അവൾ അവനോട് എവിടെയെങ്കിലും ഒളിച്ചിരിക്കാൻ പറഞ്ഞു. പുറത്തു പതുങ്ങി നടക്കുന്നതിനിടയിൽ രാത്രി പാറാവുകാർ അവനെ കാണുകയും കള്ളൻ എന്ന് കരുതി അവർ അവന് നേരെ അസ്ത്രം അയക്കുകയും ചെയ്തു. അമ്പുകൊണ്ട് ചോര ഒലിപ്പിച്ചുകൊണ്ട് അവൻ ഓടി. പിന്നെ ധനേന്ദ്രന്റെ തന്നെ കാടുപിടിച്ചു കിടക്കുന്ന വീട്ടുവളപ്പിനകത്ത് ഒരിടത്ത് കയറി ഒളിച്ചു. ഭയങ്കര വേദന ഉണ്ടായിരുന്നെങ്കിലും കരയാൻ ആകാതെ അവൻ വാ പൊളിച്ചുകൊണ്ടു അവിടെ ഇരുന്നു. ആ ഇരുത്തത്തിൽ തന്നെ അവന്റെ ജീവൻ പോയി. കുറെ കഴിഞ്ഞപ്പോൾ കനകാംഗി കാമുകനെ അന്വേഷിച്ചു തോട്ടത്തിൽ എത്തി. അവിടെ ഒരു കൽപ്പടവിൽ ചാരി വാപ്പൊളിച്ചിരിക്കുന്ന യുവാവിനെ അവൾ ആലിംഗനം ചെയ്തു ചുംബിക്കുമ്പോൾ അവളുടെ മൂക്ക് അവന്റെ തുറന്ന വായിൽ ആവുകയും അത് പൊടുന്നനെ അടയുകയും ചെയ്തു. വേദന കൊണ്ട് അവൾ അലറി. ചോരയൊലിക്കുന്ന മൂക്കുമായി അവൾ വീട്ടിലേക്ക് ഓടി. അവളുടെ മൂക്കിന്റെ ഒരു കഷ്ണം മുറിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അവളുടെ അലർച്ച കേട്ട് ചുറ്റുവട്ടത്തിലുള്ളവർ വിളക്കു തെളിയിച്ചു. അവർ ഓരോരുത്തരായി വീട്ടിലേക്ക് കയറി വരാൻ തുടങ്ങി. എന്തു ചെയ്യും എന്നറിയാതെ അവൾ കുഴങ്ങി. സ്വന്തം രഹസ്യക്കാരനെ പറ്റി എങ്ങനെ പറയും? പിന്നെ അവൾക്ക് തോന്നിയ ഒരു ഉപായം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. കുറ്റം സ്വന്തം ഭർത്താവിന്റെ മുകളിൽ ആക്കുക. എന്റെ ഭർത്താവ് എന്റെ മൂക്ക് അരിഞ്ഞു കളഞ്ഞേ എന്ന് വിലപിച്ചുകൊണ്ട് അവൾ എല്ലാവരുടെയും മുമ്പിൽ എത്തി. താമസിയാതെ തന്നെ അവർ ധനേന്ദ്രനെ പിടിച്ചുകെട്ടി രാജാവിന്റെ മുൻപിൽ എത്തിച്ചു. എല്ലാ ചോദ്യങ്ങൾക്കും ധനേന്ദ്രന് ഒരു ഉത്തരമേ ഉണ്ടായിരുന്നുള്ളൂ: ഒന്നും എനിക്കറിയില്ല, ഒന്നും എനിക്കറിയില്ല എന്ന് മാത്രം. പിറ്റേന്ന് രാജഭടന്മാർ അമ്പേറ്റ് മരിച്ച യുവാവിനെ കണ്ടെത്തുകയും അയാളുടെ അടഞ്ഞ വായ്ക്കകത്ത് ഒരു മൂക്കിന്റെ കഷ്ണം ഇരിക്കുന്നതായി കാണുകയും ചെയ്തു. ഇതോടെ എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായി. രാജാവ് കനകാംഗിക്കു മരണശിക്ഷ തന്നെ നൽകി. ഇതാണ് സ്ത്രീ വർഗത്തെ ഒരിക്കലും വിശ്വസിക്കരുതെന്ന് ഞാൻ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞുകൊണ്ട് തത്തക്കഥ പറച്ചിൽ നിർത്തി. വേതാളം സംസാരം തുടർന്നുകൊണ്ട് വിക്രമാദിത്യനോട് ചോദിച്ചു, ഈ രണ്ടുപേരും ചെയ്തത് കൊടുംപാപമാണ്. എന്നാൽ രണ്ടുപേരിൽ ആരുടേതാണ് ഏറ്റവും കൊടിയ തെറ്റ്? വിക്രമാദിത്യൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, രണ്ടുപേരും വലിയ തെറ്റാണ് ചെയ്തത്. പക്ഷേ ദുർബുദ്ധിയെ അയാൾ ഒരു കുറ്റം ചെയ്യുന്ന ആളാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ സ്വീകരിച്ചത്. ഒരു വട്ടം ഭാര്യയെ കിണറ്റിൽ തള്ളിയിട്ട അയാളെ വീണ്ടും അവൾ സ്വീകരിച്ചു. അയാൾ ചെയ്ത കുറ്റം എല്ലാവരിൽ നിന്നും മറച്ചുവെച്ചു. എന്നാൽ ഒന്നുമറിയാത്ത ഒരു പാവം ഭർത്താവിനെയാണ് കനകാംഗി വഞ്ചിച്ചത്. മാത്രമല്ല തന്റെ കുറ്റം അയാളുടെ മേൽ ചാർത്താനും അവൾക്ക് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. അതിനാൽ കൊടിയ തെറ്റ് കനകാംഗിയാണ് ചെയ്തത്. ഈ ഉത്തരം കേട്ട ക്ഷണത്തിൽ തന്നെ വേതാളം വിക്രമാദിത്യനെ വിട്ട് മുരുക്ക് മരത്തിലേക്ക് പറന്നുയർന്നു. വിക്രമാദിത്യൻ വീണ്ടും മുരുക്കുമരം ലക്ഷ്യം വെച്ച് നടന്നു. പിന്നെ മുരിക്കുമരത്തിൽ തൂങ്ങിക്കിടക്കുന്ന വേതാളത്തെ പിടിച്ചിറക്കി തന്റെ പിൻതോളിൽ കയറ്റി മുന്നോട്ടു നടന്നു. വേതാളം പറഞ്ഞു തുടങ്ങി, ബ്രഹ്മാവർത്തകത്തിലെ വിജയപ്രദീപൻ എന്ന രാജാവിന്റെ നായകനായിരുന്നു ധീരകേസരി. ഒരിക്കൽ ബ്രഹ്മാവർത്തകത്തിൽ കാലാവസ്ഥയിൽ വലിയ വ്യതിയാനം ഉണ്ടാവുകയും കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി അന്തരീക്ഷം ഇരുണ്ടതാവുകയും ചെയ്തു. കടൽ തിരമാലകൾ ഉള്ളിലേക്ക് വലിഞ്ഞു. ചുഴലിക്കാറ്റ് ആഞ്ഞുവീശി. എല്ലാവരും അമ്പരന്നുകൊണ്ട് അവരവരുടെ വീട്ടിനുള്ളിലേക്ക് കയറി. ഈ സമയത്ത് കൊട്ടാരവാതിൽക്കൽ ആരോ കരയുന്നത് കേട്ടു. രാജാവ് തന്റെ കൂടെയുണ്ടായിരുന്ന സേനാ നായകൻ ധീരകേസരിയോട് എന്താണ് കാര്യം എന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. ധീരകേസരി പുറത്തുവന്നു നോക്കിയപ്പോൾ വൃദ്ധയായ ഒരു സ്ത്രീ ഉറക്കെ കരയുന്നതാണ് കണ്ടത്. എന്താണ് കാര്യമെന്ന് ചോദിച്ചപ്പോൾ ആ സ്ത്രീ ധീരകേസരിയോട് പറഞ്ഞു, രാജ്യം അനാഥമാകാൻ പോകുന്നു, എല്ലാം നശിക്കാൻ പോകുന്നു. ഇത് കേട്ട് അമ്പരപ്പോടെ ധീരകേസരി ചോദിച്ചു, എന്ത് അസംബന്ധമാണ് നിങ്ങൾ പറയുന്നത്? രാജ്യം അനാഥമാകാൻ പോകുന്നെന്നോ? അതെ, നമ്മുടെ രാജാവിന് ആപത്തു വരാൻ പോകുന്നു. അതിനിനി അധിക സമയം ഇല്ല, വൃദ്ധ പറഞ്ഞു. ആ വൃദ്ധയുടെ വളരെ അടുത്തേക്ക് നടന്നെടുത്തുകൊണ്ട് ധീരകേസരി ചോദിച്ചു, നിങ്ങൾക്ക് ഈ വിവരം എവിടെ നിന്ന് കിട്ടി? വൃദ്ധ പറഞ്ഞു, കാറ്റിന്റെ ദിശയും അതിന്റെ തീവ്രതയും മനസ്സിലാക്കിക്കൊണ്ടുവരുന്ന ആപത്തിനെക്കുറിച്ച് മനസ്സിലാക്കാനും എന്തു സംഭവിക്കുമെന്ന് മുൻകൂട്ടി കാണാനും എനിക്ക് കഴിവുണ്ട്. ഇന്നത്തെ ഈ ആപത്ത് രാജാവിന്റെ നേർക്കുള്ളതാണ്. അതുകൊണ്ട് മുന്നറിയിപ്പ് തരാൻ വേണ്ടി വന്നതാണ് ഞാൻ. ഇതിൽ നിന്നും രക്ഷ നേടാൻ മാർഗം ഒന്നും ഇല്ലേ? ധീരകേസരി ചോദിച്ചു. ഉണ്ട്, വഴിയുണ്ട്. പക്ഷേ ആരതിന് തയ്യാറാവും?
ആരും തയ്യാറാവില്ല, ആരും തയ്യാറാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ വൃദ്ധ വീണ്ടും കരയാൻ തുടങ്ങി. എന്താണ് വഴി? എന്താണെങ്കിലും നമുക്കത് ചെയ്യാം. ഈ ആപത്ത് ഒഴിവാക്കാനുള്ള വഴി എന്താണെന്ന് പറയൂ, ധീരകേസരി ആവശ്യപ്പെട്ടു. വൃദ്ധ പറഞ്ഞു, 16 വയസ്സുള്ള ഒരു ബാലനെ ബലി കൊടുക്കണം. അതിന് ആരെങ്കിലും തയ്യാറാകുമോ? ധീരകേസരി ഒരു നിമിഷം മനസ്സിൽ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരുന്നു. പിന്നെ നേരെ സ്വന്തം ഗൃഹത്തിലേക്ക് നടന്നു നീങ്ങി. ഗൃഹത്തിൽ ഉണ്ടായിരുന്ന തന്റെ 16 കഴിഞ്ഞിട്ടുള്ള മകനോട് കാര്യങ്ങൾ പറഞ്ഞു. അച്ഛന്റെ ആവശ്യം നടപ്പിലാക്കാൻ അവൻ സന്തോഷപൂർവ്വം തയ്യാറായി. ഉടനെ തന്നെ അവർ രണ്ടുപേരും ബലിപീഠത്തിന് അരികിൽ എത്തുകയും പ്രപഞ്ചശക്തികളെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ധീരകേസരി സ്വന്തം മകന്റെ കഴുത്തറുത്തു. ധീരകേസരിയുടെ ഭാര്യയും മറ്റു 2 മക്കളും വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അവർക്ക് എന്താണ് നടക്കുന്നതെന്ന് അറിവുണ്ടായിരുന്നില്ല. അവർ സംഭവസ്ഥലത്ത് എത്തിയപ്പോൾ തന്റെ മൂത്തമകൻ കഴുത്തറുത്ത നിലയിൽ മരിച്ചു കിടക്കുന്നതാണ് കണ്ടത്. ദുഃഖം സഹിക്കവയ്യാതെ അവളും മറ്റു 2 മക്കളും അവിടെ തന്നെ ജീവത്യാഗം ചെയ്തു. സഹിക്കവയ്യാതെ ധീരകേസരി കൈയുള്ള വാൾ സ്വന്തം നെഞ്ചിൽ കുത്തി ഇറക്കി ജീവനൊടുക്കി. ഞെട്ടിക്കുന്ന ഈ സംഭവം അറിഞ്ഞ് അവിടെ ആളുകൾ തടിച്ചുകൂടി. രാജാവും അവിടേക്ക് പാഞ്ഞെത്തി തന്റെ നേർക്കുവരുന്ന ആപത്തിനെ തടയാനാണ് ധീരകേസരിയും കുടുംബവും ഈ ജീവത്യാഗം ചെയ്തെന്ന് അറിഞ്ഞപ്പോൾ രാജാവിന്റെ കണ്ണുകൾ നിറഞ്ഞു. ഇത്രയേറെ ത്യാഗം ഏറ്റുവാങ്ങാൻ താൻ യോഗ്യനാണോ എന്ന് ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം മനോവിഷമം സഹിക്കാതെ അരയിലുള്ള വാളെടുത്ത് സ്വന്തം കഴുത്തിന് നേരെ വീശാൻ തുടങ്ങവേ, അരുത് എന്ന് ഒരു വിളി കേൾക്കുകയും ആ ഭാഗത്തേക്ക് അദ്ദേഹം നോക്കുകയും ചെയ്തു. അത് കാരുണ്യമൂർത്തിയായ ഭദ്രാദേവി സ്വയം പ്രത്യക്ഷയായിക്കൊണ്ട് ആ കൃത്യത്തിൽ നിന്നും രാജാവിനെ തടഞ്ഞതായിരുന്നു. ദേവിയുടെ കാൽച്ചുവട്ടിൽ ഇരുന്നുകൊണ്ട് രാജാവ് തന്റെ സേനാനായകനും കുടുംബത്തിനും ജീവൻ കൊടുക്കണമെന്ന് കേണഭ്യർത്ഥിച്ചു. ദേവി അവരുടെ മുകളിൽ കൈകുടഞ്ഞു. ഭദ്രാദേവിയുടെ കയ്യിൽ നിന്നും വന്ന പുണ്യതീർത്ഥം ശരീരത്തിൽ മുട്ടിയ വേളയിൽ അവിടെ മരിച്ചു കിടക്കുന്നവർ എല്ലാവരും ഉറക്കമുണർന്നതുപോലെ എഴുന്നേറ്റ് നിന്നു. പതിവുപോലെ വേതാളം വിക്രമാദിത്യനോട് ചോദിച്ചു, ഈ കഥയിൽ ഏതു ത്യാഗത്തിനെയാണ് പരമശ്രേഷ്ഠം എന്ന് പറയാൻ കഴിയുക? ഉത്തരം പറയാൻ വിക്രമാദിത്യന് കൂടുതൽ ആലോചിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞു, സേനാനായകന്റെ പ്രവൃത്തി അദ്ദേഹത്തിന്റെ കർത്തവ്യമാണ്. മകൻ അച്ഛനെ അനുസരിക്കുകയാണ് ചെയ്തത്. ഭാര്യയും മക്കളും പിന്നെ സേനാനായകനും വിഷമം സഹിക്കവയ്യാതെയാണ് ജീവൻ വെടിഞ്ഞത്. എന്നാൽ തന്റെ സേനാനായകനും കുടുംബത്തിനും വേണ്ടി സ്വയം മരിക്കാൻ വരെ തയ്യാറായ രാജാവിന്റെ പ്രവൃത്തി പരമശ്രേഷ്ഠം തന്നെ. ഉത്തരം പൂർത്തിയായ മാത്രയിൽ വേതാളം വിക്രമാദിത്യനെ വിട്ട് പറന്നുയർന്നു.